ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ CPR കൊടുക്കുക എന്നാണ്. പക്ഷെ അതല്ല ഫസ്റ്റ് എയ്ഡ്. ചില ആൾക്കാർ പറയും എനിക്ക് CPR കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ആളെ രക്ഷിക്കാൻ പറ്റിയില്ല. CPR കൊടുക്കണം ഒരാളെ രക്ഷിക്കാൻ എന്ന് ഫസ്റ്റ് എയ്ഡിൽ എവിടെയും പറയുന്നില്ല. ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CPR അറിയാം എന്നുള്ള ഒരാൾ ഓടി വന്ന് ബാക്കിയുള്ളവരെ ആരെയും ഇയാളെ ശുശ്രൂഷിക്കാൻ സമ്മതിക്കാതെ താൻ തന്നെ ഡോക്ടറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. പക്ഷെ ചില സമയത്ത് നമ്മൾ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ തല കറങ്ങി വീഴുകയാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുപ്പി വെള്ളം അയാളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് നടന്നു, ഇങ്ങനെ കിടക്കുന്ന ഒരാളെ നമ്മൾ കഴുത്തൊക്കെ പിടിച്ച് കൊണ്ടാക്കി ഒരു ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി നോക്കി പുതിയ സ്ഥലത്തേക്ക് മാറ്റാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അയാളെ വിളിച്ച് അയാളോട് സംസാരിച്ച് ഒച്ച വെച്ച് ഷൗട്ട് ചെയ്ത് അയാളുടെ റെസ്പോൺസ് നോക്കി അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് CPR കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ നമ്മൾ എത്തേണ്ട ആവശ്യമുള്ളൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. ഹെൽത്തി ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്നുള്ള വാക്ക് കേൾക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത് CPR ആണ്, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ CPR കൊടുക്കുക എന്നാണ്. പക്ഷെ അതല്ല ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായി ഒരു അപകടമോ ഒരു പ്രശ്നമോ നടന്ന സ്ഥലത്ത് ആദ്യമായി കൊടുക്കുന്ന പ്രാഥമികമായി കൊടുക്കുന്ന ശുശ്രൂഷയ്ക്കാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുക. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ചില ആൾക്കാർ പറയും എനിക്ക് CPR കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ആളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന്. CPR കൊടുക്കണം ഒരാളെ രക്ഷിക്കാൻ എന്ന് ഫസ്റ്റ് എയ്ഡിൽ എവിടെയും പറയുന്നില്ല. അത് അതിൻ്റെ ഒരു വൺ ഓഫ് ദി സ്റ്റെപ്പ് മാത്രമാണ് ഈ CPR എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഷോക്ക് അടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോമൺ ബുദ്ധി വെച്ച് നമുക്ക് അയാളെ ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വിച്ഛേദിക്കാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ പലകയോട് അയാളെ ഉന്തി മാറ്റാനോ ചെയ്യുന്ന ഒരു കാര്യത്തിനെയും ഫസ്റ്റ് എയ്ഡ് എന്ന് നമുക്ക് വിളിക്കാം. ഒരു ബുദ്ധിപൂർവമായ വിവേകപൂർവം നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. ചില സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CPR അറിയാം എന്നുള്ള ഒരാൾ ഓടി വന്ന് ബാക്കിയുള്ളവരെ ആരെയും ഇയാളെ ശുശ്രൂഷിക്കാൻ സമ്മതിക്കാതെ താൻ തന്നെ ഡോക്ടറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന ഏതൊരാളും ആലോചിക്കേണ്ടത് വിവേകത്തോടു കൂടി വേണം നമ്മൾ അവിടെ പെരുമാറാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെന്ന് എത്തിക്കഴിഞ്ഞ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്ത ആളാവാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരിക്കലും ഒരു ഡോക്ടറോ ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ നമുക്ക് വീട്ടിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ്ലി കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്താൻ പലപ്പോഴും സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഒരു അപകടം നടന്ന ഒരവസ്ഥയിൽ നിന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും സേഫായി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു അപകടം നടന്ന സ്ഥലത്ത് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നോക്കണം. നമ്മൾ സുരക്ഷിതരാണോ എന്നും കൂടി നോക്കണം. അതായത് ഇപ്പോൾ ഒരു പൂൾ ഓഫ് വെള്ളത്തിൽ വൈദ്യുതി ആഘാതം ഏറ്റ് കിടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നേരെ ചെന്ന് അയാളെ രക്ഷപ്പെടുത്താൻ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. ഇല്ലെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ പോയി പിടിക്കുന്ന പാമ്പ് നമ്മളെ കടിക്കും, നമുക്കും അതേ പ്രശ്നം വരും. അപ്പോൾ ആദ്യം സറൗണ്ടിങ്സ് നോക്കുക. അത് കഴിഞ്ഞ് വിവേകപൂർവ്വം ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പാമ്പിനെ ഓടിക്കണമെങ്കിൽ പാമ്പിനെ ഓടിക്കാൻ വേണ്ടി ആൾക്കാരെ കൂട്ടുക. അതിനുശേഷം അയാളെ തുറസായ നല്ലൊരു സ്ഥലത്ത് കിടത്തിയതിന് ശേഷം വേണം നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി. ഇദ്ദേഹത്തിനെ മാറ്റുന്ന കാര്യം പറഞ്ഞു. ഒരു അപകടത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ അയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിൽ മാത്രമേ അയാളെ മാറ്റാൻ പറ്റുള്ളൂ. മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് നടന്നു, ഇങ്ങനെ കിടക്കുന്ന ഒരാളെ നമ്മൾ കഴുത്തൊക്കെ പിടിച്ച് കൊണ്ടാക്കി ഒരു ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി നോക്കി പുതിയ സ്ഥലത്തേക്ക് മാറ്റാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാണ് വിവേകം എന്നുള്ള വാക്ക് വീണ്ടും ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിനെ കിടത്തി നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്, നമ്മൾ സഹായത്തിനായിട്ട് ഒരാളെ വിളിക്കുക, അല്ലെങ്കിൽ ആംബുലൻസിൽ വിളിക്കുക. ആരെങ്കിലും ഒരാളെ ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അയാളുടെ അടുത്ത് ചെന്ന് അയാൾക്ക് വേണ്ട ശുശ്രൂഷ നമ്മൾ ആരംഭിക്കാൻ പാടുള്ളൂ. ഇതിനൊക്കെ കൂടി ഒരു 10 സെക്കൻഡ് നമ്മൾ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്ന് ഒരാളെ വിളിച്ച് ഫോൺ കിട്ടിയില്ല, മറ്റാളെ വിളിച്ച് ഫോൺ കിട്ടിയില്ല, ഇത് വേറെ വീണ്ടും നോക്കുക, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ സിറ്റുവേഷൻ അസസ് ചെയ്ത് നമ്മളൊരു സഹായത്തിന് ആളെ നോക്കി സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് അയാളെ കിടത്തിയതിന് ശേഷം മാത്രം അയാൾക്ക് എന്ത് പ്രശ്നം കാരണമാണ് അയാൾ അങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി. ഇപ്പം നന്നായി ബ്ലീഡിങ്, ഒരു കയ്യിൽ നിന്ന് മുറിയിൽ നിന്ന് ചോര പോകുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് അയാൾക്ക് ബോധമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളെ കൈയൊക്കെ കഴുകി ആ ഒരു സ്ഥലത്ത് മണ്ണും ചളിയൊക്കെ മാറ്റി ഡയറക്റ്റ് പ്രഷർ ഓൺ ദ വൂണ്ട്, ചോര വരുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്ത് അയാളുടെ രക്തം നിർത്താൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ചില സമയത്ത് നമ്മൾ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ തല കറങ്ങി വീഴുകയാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുപ്പി വെള്ളം അയാളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല.
അയാൾ എഴുന്നേറ്റിരുന്ന് അയാൾക്ക് വെള്ളം വേണം, ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്ന അവസ്ഥയിൽ മാത്രം അയാൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്താൽ മതി. അല്ലാണ്ട് അയാളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. പിന്നെ ഈ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് കിടക്കണമെങ്കിൽ ORS ലൈൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനുള്ളൊരു സമയം നമുക്കുണ്ട്. ആ സമയത്ത് അയാളുടെ ഹൃദയമിടിപ്പിന് വ്യത്യാസം ഉണ്ടാവില്ല, ശ്വാസം വലിക്കുന്നുണ്ടാവും. അപ്പോൾ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ക്ഷീണം കാരണം അയാൾ കണ്ണടച്ച് കിടക്കുന്നതായിരിക്കാം. അയാളെ വിളിച്ച് അയാളോട് സംസാരിച്ച് ഒച്ച വെച്ച് ഷൗട്ട് ചെയ്ത് അയാളുടെ റെസ്പോൺസ് നോക്കി അസസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് CPR കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ നമ്മൾ എത്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ CPR അല്ല, അതിൽ ഒരു മെക്കാനിസം മാത്രമാണ് CPR. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ ഒരാൾ പലപ്പോഴും പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വയറമർത്തുന്നത് കാണാം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ആളെ സേഫ് പൊസിഷൻ എന്നുള്ള രീതിയിൽ അയാളെ ചെരിച്ച് കിടത്തി കൈ മുകളിലേക്കും കാലും മടക്കി വെച്ച് അയാളെ തിരിച്ചു കിടത്തി അയാളുടെ വായിൽ നിന്ന് ഉള്ള നൊരയും പതിയൊക്കെ പോവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അതേപോലെ ഒരാൾക്ക് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ നാവ് കടിക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. അല്ല, അയാളുടെ തല അടിക്കുക, നിലത്ത് ടപ്പ് ടപ്പ് എന്ന് തല അടിച്ച് അങ്ങനെ ഒരു വൂണ്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ വരെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് കുത്തിമേലും മുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അതൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യമായി ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുന്ന ആദ്യമായി കൊടുക്കുന്ന ശുശ്രൂഷ വിവേകപൂർവ്വം ബുദ്ധിപൂർവമായ ഒരു തീരുമാനമെടുത്ത് നമ്മൾ കൊടുക്കുന്ന പ്രാഥമിക ശുശ്രൂഷയ്ക്കാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസുമായി വീണ്ടും എത്താൻ ശ്രമിക്കാം. നന്ദി.